നിഴൽ വാഞ്ചിക്കുന്ന പോലെ കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെ വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു. കർത്തരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. കിടക്കുന്ന നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു. രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു. വെളുപ്പോളം എനിക്ക് ഒരു നിറഞ്ഞ പണി. എന്റെ ദേഹം മുഴുവൻ പണിവെട്ടയും കൊടുത്തിരിക്കുന്നു. എന്റെ തൊഴിൽ മുൻപായിക്കൊണ്ടടഞ്ഞ് വീണ്ടും പഴിച്ചുകൊടുന്നു. എന്റെ നാളിൽ നെയ്തോടുന്ന നേരത്ത് വേഗതയുള്ള പ്രത്യാശ കൂടാതെ കഴിഞ്ഞു പോകുന്നു. എന്റെ ജീവന വിശ്വാസം മാത്രം ഓർക്കണമേ. എന്റെ കണ്ണായി നീ നന്മയെ കാണുകയില്ല. എന്നെ കാണുന്നതിന്റെ കണ്ണായി നീ എന്നെ കാണുകയില്ല. നിന്റെ കണ്ണ് എന്നെ നോക്കും, ഞാൻ ഇല്ലാതെയിരിക്കും. മേഘം ക്ഷയിച്ച കാഞ്ഞു പോകുന്ന പോലെ പാതാളത്തിലിറങ്ങുന്നവൻ വീണ്ടും കയറി വരികയില്ല. ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത് ഈ കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരു അടയാളമാകും. ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. യഹൂദ രാജാവായ ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് അത് മാനസുഖമായ ശേഷം അവനെ എഴുതിയെടുത്ത്, എന്റെ ആയുസ്സിൽ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വരുന്നു. എന്റെ ആണ്ടുകളുടെ ശേഷിപ്പ് എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ നാം നിശ്ചയിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും വഴിപാടുകളായിരിക്കാൽ ആകാശം ചുട്ടഴിയാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവാദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന ആ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ആബീബായി ബാറയ്ക്കുമോ
എന്നാൽ അന്ത്യകാലനാഥത്തിൽ പെട്ടെന്ന് കണ്ടുവയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്തത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്തത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിർത്തിയാകും. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആഹായ് പാർക്കുമോ Mother
വളരെ ഞാൻ നിന്നെ നിയമിച്ചാകും. നിന്നെ പ്രവേശിക്കുവാൻ എന്റെ കർത്താവേ, നീ ഞാൻ നിന്നെ കുറിച്ചറിഞ്ഞിരുന്നു. നീ ഞാൻ ഭയപ്പെട്ടു പോയി. നിന്നെ ഞാൻ ഭൂമിയിൽ മറച്ചു വെച്ചു. ഇതാ നിന്നെ പറഞ്ഞു. അവന്റെ കർത്താവിനോട് ചിഹ്നപ്പെട്ടവരും മടിയും ഹരിദാസനെ ഞാൻ വിധിക്കാത്തെടുക്കുന്നവൻ വിധവാത്തെടുക്കുന്നവൻ മുടിച്ചേർക്കുന്നവൻ ആയിരുന്നെന്ന് നീ അറിഞ്ഞു. നീ എന്റെ മേശനെ അറിയുവാൻ നിനക്ക് വേണ്ടിയിരുന്നു. ഞാൻ വീഴുകയും അതിനെ പരിശോധന എടുക്കുകയും ചെയ്യുമായിരുന്നു. ആകയാൽ എടുക്കുകയും 10 നാളുള്ളവനെ കൊടുക്കുകയും ചെയ്യുകയും എന്തുകൊണ്ടുള്ളവനെ കൊടുക്കപ്പെടും, അവനെ വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇല്ലാത്തവനോടും കൂടി അവനൊന്ന് വിട്ടുകൊടുക്കുകയും ചെയ്യും. ആ ദാസനെ മനസ്സിലായിട്ട് പുറത്തേക്ക് അവിടെ കണിച്ചിനും ഇവിടെ ഉണ്ടാകും എന്ന് നിങ്ങൾക്കെല്ലാം സംരക്ഷിക്കുമാറാകട്ടെ. യോഗ്യമായ നിലവിടെ നിന്നുകൊണ്ട് ദൈവത്തെ വാക്കുന്ന ശബ്ദങ്ങളാൽ കുടിയായി വീഴണം. ജീവന്റെയും മരണത്തിന്റെയും വേഗതയാറുള്ളവനും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവമായ വിഷയാനുഗ്രഹനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ പള്ളിയിൽ പരിശുദ്ധമായി നിന്നെ ശുശ്രൂഷിച്ചിട്ടുള്ള ഈ പിതാവിന്റെ യാത്രയ്ക്ക് നിന്റെ സമാധാന ദൂതനെ സദൈവണമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പുരോഹിതന്മാരുടെ ആത്മാക്കളെ ആനന്ദകരമായ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുപോകാൻ വെളിപ്പോട് നിനക്ക് ശുശ്രൂഷ രക്ഷിച്ച ഈ പിതാവിന്റെ ആത്മാവിനെ കഴിഞ്ഞ ഉൽപുത്രന്മാരുടെ സഭയിൽ നിന്റെ വത്സന്മാരുടെ വാസസ്ഥലങ്ങളിൽ വസിപ്പിച്ചു കൊള്ളണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ ഗതിയെ പുറപ്പെടുവാനും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധമായ സ്തുതിപ്പാനെന്ന ഗവണ്ണം നിന്റെ സന്തോഷകരമായ ഉയർപ്പിന്റെ ശോഭയുള്ള മന്ത്രികളാൽ ഞങ്ങളുടെയും ഈ പിതാവിന്റെയും ഞങ്ങളുടെ എല്ലാ ആത്മാരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ 3 പ്രാവശ്യം കുറിയായി അഭ്യസിച്ചുകൊണ്ടിരുന്നു. വാത്സല്യമൈനീയരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഞാൻ വളരെ നേരമൊന്നും സംസാരിക്കുവാൻ നിൽക്കുകയില്ല. ഈ സമയവും സന്ദർഭവും നല്ലതുപോലെ കഴിയുന്ന നമുക്ക് ഓർമ്മയുണ്ട്, നിശ്ചയമുണ്ട്. വളരെ വേഗം തന്നെ എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ഒരു സന്ദർഭവും സാഹചര്യവുമാണിത്. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയെ കുറിച്ചും ഞാൻ ഓർത്തു പോവുകയാണ്. യോബിനെ ലഭിച്ച സന്ദേശം പോലെ ഓരോരുത്തരും വന്ന് ഓരോ നഷ്ടങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് യാതൊരു പതർച്ചയും യാതൊരു വിഷമമുണ്ടെന്ന് വരികയും ദൈവത്തിനുള്ള ശരണത്തിൽ നിന്ന് ഒരു കുറവുണ്ടായില്ല. പ്രസിദ്ധിയായ മാതാവ്
ശിശുവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് കയറിയപ്പോൾ ഭാഗ്യവാനായ ശിമോൻ ഒരു വാക്ക് പറയുകയുണ്ടായി, അമ്മേ എന്നോ നിന്റെ ചന്ദ്രൻ കൂടി ഒരു വാക്കെടുക്കും, അതിന്റെ പിടിവരെയും അമ്മയുടെ ചന്ദ്രനകത്ത് പ്രവേശിച്ചു എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പരിശുദ്ധനായ പത്രോസ്ലീഹ തലകീഴായിട്ടാണ് കുരിശിക്കപ്പെടുന്നത്. അന്ത്രയോസിന്റെ കുരിശിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അത് എക്സ് പോലെയാണ് ഇരിക്കുന്നത്. അത് വാസ്തവത്തിൽ ആ കുരിശിൽ തൂക്കുക എന്ന് പറയുന്നത് എത്ര ദുസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്തുവരും അദ്ദേഹം ജ്ഞാനത്തിന്റെ ഒരു ഉറവയായിരുന്നു. എല്ലാ കാര്യമായി സംബന്ധിച്ചും വിവേചിച്ച് അപ്പോഴപ്പോ ആവശ്യങ്ങളാകുന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കുവാൻ കഴിവുള്ള ഒരു മഹാവ്യക്തിയായിരുന്നു അദ്ദേഹം. മലങ്കര ഓർത്തഡോക്സ് ധ്യാനസഭയുടെ ഒരു സന്താനമാണ് എന്നുള്ള നിലയിലും അദ്ദേഹത്തെ കുറിച്ച് അവകാശിക്കുന്നത് ലോകം മുഴുവനുമാണ് എന്ന് ഞാൻ പറഞ്ഞാലൊന്നും അതിശയോക്കുകയില്ല. ഒരു ഇന്റർനാഷണൽ ഫിഗറാണ് അദ്ദേഹം. ഞാൻ ഓർക്കുന്നുണ്ട്, റഷ്യയിൽ ഒരു പീസ് കോൺഫറൻസ് നടക്കുകയുണ്ടായി. ഞാനും അതിൽ സംബന്ധിക്കുകയുണ്ടായിരുന്നു. ഏതാണ്ട് 600 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ കൂടിയിരുന്നു. അവരുടെയൊക്കെ നിയന്ത്രിക്കുന്ന വ്യക്തികളിൽ 2-3 പേരിൽ ഒരാളായിരുന്നു ഈ പിതാവ്. മലങ്കര ഓർത്തഡോക്സ് ധ്യാനസഭയുടെ ഒരു ഭാജനം. ഇത്രമാത്രം ആളുകൾ മധ്യേ ഒരു ശ്രേഷ്ഠനായിട്ട് ചുക്കാൻ പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അനുഭവം കണ്ടപ്പോൾ ബഹുമാനമായ എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ബഹുമാനം കൊണ്ട് എന്റെ ഹൃദയം അങ്ങേയറ്റം സന്തോഷിക്കുകയായിരുന്നു. അതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്, വലിയൊരു കോൺഫറൻസിന്റെയും ഒരു ബൈബിൾ ക്ലാസ് എടുക്കുകയുണ്ടായി. എല്ലാവരും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം we want to hear again, we want to hear again, we want to hear again. That was the outcry that was expressed by the members who attended the conference. ആ കോൺഫറൻസിൽ നിർമ്മിച്ച ആളുകളിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ച ഒരു വലിയ ക്രൈ ആയിരുന്നു, ഒരു നിലവിളിയായിരുന്നു. ആദ്യമായ ബോധ്യം, ആദ്യമായ അനുഭവം, ആദ്യമായ സമ്പത്ത്, വാടാത്ത ആ കിരീടം, നഷ്ടപ്പെട്ടു പോകാത്ത ആദ്യമായ നേട്ടം, അതിന് ഉടമസ്ഥനാണ്, സംശയമൊന്നുമില്ല. അതും ഞങ്ങൾ സംതൃപ്തിപ്പെടുന്നു. ഞങ്ങൾ നമ്മെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു, ഞങ്ങളെ ഓർക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ്. തീരാത്ത പക്ഷം കൊടുക്കുന്നതുപോലെ ഞാൻ അതിനെ കരുതുകയാണ്. എല്ലാ ദിവസവും സ്വാർത്ഥിക്കുന്നു. യഹോവേ നീ തന്നു, നീ എടുത്തു, ഇതെല്ലാം പ്രവർത്തിക്കട്ടെ. അങ്ങക്ക് ഈ സഭയുടെ എല്ലാവിധ സ്നേഹമാനങ്ങളും വളരെ ഇന്നലെ വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു. ദൈവത്തിന്റെ ആരോഗ്യത്തിൽ എല്ലാം ഭംഗിയായിട്ട് അങ്ങക്ക് ദൈവം നൽകുന്ന ദിവ്യമായ കൃപയെന്ന് ഞാൻ കരുതുകയാണ്. ഒരു പ്രത്യേക ഫ്ലൈറ്റ് തന്നെ ലഭിക്കുവാനായിട്ട് സാധിച്ചു. പലരെയും നോക്കിയ അവസാനം നിരാശ വന്നതിലെങ്കിലും ഒടുവിലവയെല്ലാം സസന്തോഷം നേടിയെടുക്കുവാൻ സാധിച്ചു. ഇപ്പോൾ ഇത്രയും അങ്ങയുടെ ആഗ്രഹം പോലെ എനിക്ക് അന്വേഷണം കൊണ്ടുപോകാൻ ഞാൻ ഒരു ചോദിച്ചുകൊടുക്കാറുള്ള ഈ പഴയ ചിന്തകളിൽ വിശ്രമിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അങ്ങ് പ്രസ്താവിക്കുകയുണ്ടായി. ആ ആഗ്രഹം നിവർത്തിക്കുവാൻ ഭാഗ്യം ഞങ്ങൾക്ക് തന്ന ദൈവത്തെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവയ്ക്ക് എല്ലാ ഭാഗങ്ങളും ഇനിയും ഇവിടെയും അവിടെയും അങ്ങ് ജീവിച്ചു നിൽക്കുകയാണ്. മരിച്ചവരായ മോശ ജീവിക്കുന്നതിന്റെ മറുപടി കൊണ്ട്
സംസാരിക്കുന്നില്ലേ? ഇതുപോലെ ആ ലോകത്തിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഞങ്ങളെ എല്ലാവരെയും ഒന്ന് ഇൻസ്പയർ ചെയ്യാം, പ്രചോദിതരാക്കാം, പ്രബുദ്ധരാക്കാം. എല്ലാ കാര്യങ്ങളും അങ്ങയുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ യാചിച്ചുകൊണ്ടും അങ്ങേ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നിന്റെ ഭക്തരോട് വസിപ്പിക്കണമേ എന്നുള്ള ആ അഭ്യർത്ഥന, പ്രാർത്ഥന കാരുണ്യവാനായ സന്നിധി സമർപ്പിച്ചുകൊണ്ടും എല്ലാ സേവനങ്ങൾക്കും കൃതജ്ഞാർപ്പിച്ചുകൊണ്ടും ഞാനിന്റെ വായന ചുരുക്കുന്നു. നിങ്ങളെല്ലാവരും വന്ന് ഇദ്ദേഹത്തിനുള്ള ബഹുമാനം കാണിക്കുന്നത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അതീവ കൃത്യതയുള്ളവരാണ്. പലരും വന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പറയുവാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു വക്താവെന്നുള്ള നിലയിൽ നിങ്ങളെല്ലാവരുടെ സ്നേഹ ബഹുമാനാദരങ്ങളും നന്ദി മൃഗത്തെയും ഒക്കെയും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. നിങ്ങൾ നല്ല കാര്യം ചെയ്തു. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും, സംശയമില്ല. ദൈവത്തിന്റെ യഥായോഗ്യം വാഴ്ത്തനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന മലബായോടും പള്ളിയോടും യാത്ര ചോദിക്കുന്ന ശുശ്രൂഷയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വൈദിക സെമിനാരിയിലെ അധ്യാപകർ ദയവായിട്ട് മൃതശരീരം ഏറ്റുവാങ്ങുവാൻ വേണം അവരെ മുമ്പോട്ട് വരികയും അവരെ ആ മൃതശരീരം ഏറ്റുകൊണ്ട് പള്ളിയുടെ ഇത് കഴിഞ്ഞതിന് ശേഷം പള്ളിയുടെ പടിഞ്ഞാറേ വാതിൽ കൂടി കടന്ന് വടക്കേ വരാന്തയിൽ കൂടിയാണ് കബറിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വടക്കേ വരാന്തയിൽ നിൽക്കുന്ന ആളുകൾ മൃതശരീരം അതുവഴി വരുന്ന സമയത്ത് അവിടെ സ്ഥലം കൊടുത്ത് മാറി നിൽക്കണം എന്ന് പ്രത്യേകിച്ച് അവിടെ പന്തലിലേക്ക് ഇറങ്ങി ആ വരാന്തയിൽ സ്ഥലം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you.
Oh